പക്ഷെ എഴുതി കാണത്തുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം സ്ലീഹന്മാർ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും, ജോലിയും, നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളും, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠിക്കാനുള്ള അവസരങ്ങളും, നമുക്ക് ആവശ്യത്തിന് ധനവും, നമുക്ക് ഈ നാട്ടിൽ നമുക്ക് ഒന്നിനും തന്നെ കുറവില്ലാന്ന് ഞാൻ പറയും. ഇങ്ങനെ എല്ലാം തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം കർത്താവിനായിട്ട് എന്ത് ചെയ്യുന്നു? നാം കർത്താവിനായിട്ട് അധ്വാനിക്കുന്നു? കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ദൈവം നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള ബുദ്ധി നൽകിയിരിക്കുന്നു, ചിന്തിക്കുവാനായിട്ടുള്ള കഴിവ് നൽകിയിരിക്കുന്നു, എന്തെങ്കിലും നമുക്ക് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടുള്ള അനുഗ്രഹം നൽകിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ ഒരല്പം വളരെ നേരിയ വ്യത്യാസം വന്നു പോയാൽ നമുക്ക് ചിന്തിക്കുവാനും ഈ കഴിവും നമ്മുടെ ഈ അറിവും നമ്മുടെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവിൽ നിന്നും ഒരംശം, നമ്മുടെ നല്ല ഒരംശം നമുക്ക് കർത്താവിനായിട്ട് ഉപയോഗിക്കുവാൻ നാം ദശാംശം മാറ്റി വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമയത്തിൻ്റെ ഒരു ദശാംശം ദൈവത്തിന് വേണ്ടി നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ കഴിവിൻ്റെ ഒരംശം മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഞാൻ പറയും, പ്രൈമറി ആയിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കുക എന്നോ. നിങ്ങൾ സ്കൂളിലും അതുപോലെ കോളേജിലും മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസോടെ പഠിക്കുമോ അത്രത്തോളം ദൈവിക കാര്യങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും കാണുകയില്ല ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ചോദിക്കാറുണ്ട് ഈ സൺഡേ സ്കൂൾ ഇത്രയും വലിയ ബിഗ് ഡീൽ എന്തോ, അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യത്തോടെ ഇത്രയും ഇമ്പോർട്ടൻസോടെ, അല്ലെ ഈ എക്സാമിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ ആരും കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറയും, നിങ്ങളൊരു SAT അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനോടെ, അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്കിംഗ്, ആ ഒരു ഹാർഡ് വർക്കോടെ നാം എന്തുകൊണ്ട് ദൈവിക കാര്യങ്ങൾ, അല്ലെങ്കിൽ സൺഡേ സ്കൂളിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ എക്സാം എഴുതുമ്പോൾ, നാളെ കുഞ്ഞുങ്ങൾക്കൊക്കെ സൺഡേ സ്കൂൾ എക്സാം ആണെന്ന് എനിക്കറിയാം. അത്രത്തോളം ഒരു പ്രിപ്പറേഷനോടെ, ആഗ്രഹത്തോടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ചിന്തിച്ചോളൂ. ഏറ്റവും ദൈവത്തിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും ദൈവത്തിനായി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ കോളേജിലും നിങ്ങളുടെ സാധാരണമായ ബാക്കി എല്ലാ മേഖലകളും ദൈവം ഏറ്റവും അധികമായ അനുഗ്രഹം നൽകും. നാം ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ദൈവം നമുക്കായി അധ്വാനിക്കും. ഏറ്റവും അധികം കർത്താവിന് വേണ്ടി അധ്വാനിക്കുക, ദൈവിക കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പഠിച്ചു കഴിയുമ്പോൾ കർത്താവിനോട് പറയുക, ദൈവം ഞാൻ നിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകരുത്. അത്രയും ഒരു തീവ്രതയോടെ, അത്രയും ഒരു ആഗ്രഹത്തോടെ പഠിക്കുക. ഇനി കഴിയുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കുന്നു. പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും ഉൾപ്പെടെ എല്ലാ ശ്ലീഹന്മാരും തന്നെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ അധികമായി അധ്വാനിച്ചു. തോമസ് ശ്ലീഹ മൈലുകൾ താണ്ടി കടലിലൂടെ യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തി നമ്മുടെ പൂർവികന്മാരോട് സുവിശേഷം അറിയിച്ചതുകൊണ്ടാണ് നാം ഒക്കെ ക്രിസ്ത്യാനികളായി തീർന്നത് തന്നെ. ഒരിക്കലും ഒരു പള്ളിയിൽ വെച്ച് ഒരച്ഛൻ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നിങ്ങൾ മടിക്കരുത്. കഴിയുന്ന വിധത്തിലൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു 10 വയസ്സുകാരൻ പള്ളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആരാധനയെ കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുക. അപ്പോൾ അവൻ ചിന്തിച്ചു, അച്ഛൻ പറഞ്ഞ കാര്യമായിരുന്നു അവൻ്റെ ചിന്ത മുഴുവൻ. അപ്പോൾ അവൻ ചിന്തിച്ചു, ഞാൻ ഏത് വിധത്തിൽ ആരോട് എങ്ങനെ യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും. അവൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഒരു പ്രായമായ സ്ത്രീ താമസിച്ചിരുന്നു. അവൻ ഇടയ്ക്കൊക്കെ അതിലെ നടന്നു വരുമ്പോൾ അവൻ കണ്ടിട്ടുണ്ട് അമ്മച്ചി വീടിൻ്റെ മുമ്പിലിരിക്കുന്നു, വരാന്തയിൽ ഇറങ്ങിയിരിക്കുന്നത് കാണാറുണ്ട്. ആ അമ്മച്ചിയോട് തന്നെ പോയി യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കളയാമെന്ന് വിചാരിച്ച് അതിന് ആ വീട്ടിൽ പോയി കോളിംഗ് ബെൽ വെച്ചു. ആരും വാതിൽ തുറന്നില്ല. അതുകൊണ്ട് അവൻ പല പ്രാവശ്യം കതവിൽ മുട്ടി. അങ്ങനെ അവസാനം ഈ പ്രായമായ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. വളരെ ദേഷ്യത്തോടു കൂടിയാണ് വാതിൽ തുറന്നു. അപ്പോൾ യേശു ആൻറ്റിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി വേഗം തിരിച്ചു നടന്നു. അടുത്ത ആഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച യേശുവിനെ കുറിച്ച് പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും അതിന് ശ്രമിച്ചോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ആർക്കെങ്കിലും പറയാനായിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ പുറകിൽ നിന്ന് ഈ പ്രായമായ സ്ത്രീ എഴുന്നേറ്റു. അവർ പറഞ്ഞു, ഞാൻ തനിച്ച് താമസിക്കുന്ന ഒരു വിധവയാണ്, ആരും തന്നെ എന്നെ അന്വേഷിച്ചു വരുവാൻ ഇല്ല. അങ്ങനെ നാളുകൾ ഏകാന്തതയിലും, നാളുകൾ ഏകാന്തതയിലും കഠിനമായ നിരാശയിലുമായിരുന്നു.
ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് എന്നാൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ചിന്തിച്ച് ആത്മഹത്യക്കായിട്ട് എല്ലാം ഒരുക്കി വെച്ചു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഈ പുറത്ത് നിൽക്കുന്ന ആള് കുറച്ചു നേരം കഴിഞ്ഞ് പൊക്കോളുമെന്ന് വിചാരിച്ച് സ്ത്രീ പറഞ്ഞു, ഞാൻ ആദ്യം വാതിൽ തുറന്നില്ല, എന്നാൽ വീണ്ടും വീണ്ടും കതകിൽ മുട്ടുകയാൽ തുറക്കാതെ വരെ നിവർത്തിയില്ലെന്നായി. അങ്ങനെ അപ്പോഴാണ് ഈ ഒരു കുട്ടി വന്ന് എന്നോട് പറഞ്ഞത്, യേശു ആന്റിയെ സ്നേഹിക്കുന്നു. ഈ വാക്കുകൾ ആ സ്ത്രീ പറയുകയാണ്, ഈ വാക്കുകൾ എന്നെ ആഴമായി സ്വാധീനിച്ചു. എന്നെ സ്നേഹിക്കുന്ന ഒരു യേശു, ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് വലിയൊരു ആശ്വാസം നൽകി. ആ കുഞ്ഞ് വാതിൽ വന്ന് മുട്ടുവാൻ 2 മിനിറ്റ് വൈകിയിരുന്നുവെങ്കിൽ ഞാൻ ഇത് പറയുവാൻ ഇവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഇതെല്ലാം കേട്ടതിന് ശേഷം ആ അച്ഛൻ പറഞ്ഞു, ദൈവത്തെ പറ്റി മറ്റുള്ളവരോട് പറയുവാൻ മടിക്കരുത്. ചിലപ്പോൾ അതിന് ജീവന്റെ വില ഉണ്ടാകും. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് യേശുവിനെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ പ്രായമായി തനിച്ച് താമസിക്കുന്നവരെയും അതുപോലെ പലവിധ രോഗങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെയൊക്കെ നാം പോയി കാണുകയും അവർക്ക് വേണ്ടതായ സഹായം ചെയ്യുന്നതിലൂടെ ഒക്കെയും നമുക്ക് ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് പകരുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള സമയത്ത് ഞാൻ തന്നെ ചുരുക്കി പറയാം. കർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ചെറിയ കഥ കൂടി ഞാൻ പറയാം. ഒരു ചെറുപ്പക്കാരൻ, അയാൾ അനാഥനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പല വിധത്തിൽ അയാൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾക്ക് സുഹൃത്തുക്കളായി ആരും ഉണ്ടായിരുന്നില്ല. പല വിധത്തിൽ അയാൾ കഷ്ടപ്പെട്ടിട്ടും സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നില്ല. കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ല. പലപ്പോഴും വിശപ്പാണ്. അപ്പോൾ ഒരു ദിവസം അയാൾ ചിന്തിച്ചു, ഞാൻ കയ്യിലുള്ള പൈസ കൊണ്ട് നന്നായിട്ട് ഒരു നേരത്തെ ആഹാരമെങ്കിലും നന്നായിട്ട് കഴിച്ചേക്കാം. അയാൾ പോക്കറ്റിലുള്ള പൈസ കണ്ടു നോക്കി. ഒരു നേരത്തെ ഒരു ആഹാരത്തിനുള്ള, ഒരു ഭക്ഷണ പൊതിക്കുള്ള പൈസ പോക്കറ്റിലുണ്ട്, കുറച്ച് ചില്ലറത്തുകളുണ്ട്. അയാൾ നേരെ ഹോട്ടലിൽ ചെന്നു, ഒരു ഭക്ഷണ പൊതി വാങ്ങിച്ചു. പാഴ്സലായിട്ട് ഈ തിരക്കിനിടയ്ക്ക് നിന്നൊക്കെ പുറത്ത് പോയിരുന്ന് സാവകാശം കഴിക്കാമെന്ന് വിചാരിച്ച് ഭക്ഷണ പൊതി പാഴ്സലായിട്ട് വാങ്ങിച്ചു. അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വൃദ്ധനും 2 കുട്ടികളും ആ ഹോട്ടലിന്റെ മുമ്പിലേക്ക് വന്നത്. ആ കുഞ്ഞുങ്ങൾ വളരെ ആർത്തിയോടെ ആ ഭക്ഷണ പൊതിയിലേക്ക് നോക്കി. അപ്പോൾ ആ വൃദ്ധൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ആ ചെറുപ്പക്കാരൻ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കി. വളരെ ദൈന്യതയോടെയുള്ള അവരുടെ മുഖഭാവം, അവരുടെ വിശപ്പ്, അവരുടെ കത്തുന്ന വിശപ്പ് കണ്ട ആ യുവാവ് ആ ഭക്ഷണപ്പൊതി ഈ വൃദ്ധനെ ഏൽപ്പിച്ചു. ആ വൃദ്ധന്റെ സഞ്ചിയിൽ നിന്നും തപ്പി ഒരു പഴയ നാണയം എടുത്ത് ഈ യുവാവിന്റെ കയ്യിൽ കൊടുത്തു. ആ യുവാവ് പറഞ്ഞു, എനിക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വൃദ്ധൻ വളരെ നിർബന്ധിച്ച് ആ യുവാവിന്റെ കയ്യിൽ ആ നാണയം ഏൽപ്പിച്ചു. അയാൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷയ്ക്ക് വകയില്ല. ആ സമയത്ത് അയാൾക്ക് പണി അല്ലെങ്കിൽ കൂലിപ്പണി അങ്ങനെയുള്ള ജോലിയൊന്നും ലഭിക്കുന്നില്ല. പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. വിശക്കുന്നു. അപ്പോൾ അയാൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ അയാൾ റോഡിന്റെ സൈഡിൽ ഒരു പത്രക്കടലാസ് കിടക്കുന്നുണ്ട്. ആ പത്രക്കടലാസ് എടുത്ത് കണ്ടപ്പോൾ ജസ്റ്റ് അത് ശ്രദ്ധിച്ചു. അയാൾ എടുത്ത് നോക്കി. അപ്പോൾ അതിലൊരു പരസ്യം ഇങ്ങനെ എഴുതിയിരുന്നു, പഴയ നാണയങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ പരസ്യം കണ്ടതായ അഡ്രസ്സിൽ ചെന്ന് അയാൾ ആ കട ഉടമസ്ഥന്റെ കയ്യിൽ ഈ വൃദ്ധൻ നൽകിയ നാണയം, അത് അയാളുടെ കയ്യിലുണ്ടെന്നൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ കൊണ്ടുപോകും. അപ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ ഈ നാണയം തിരിച്ചും മറിച്ചും പല പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കിയതിന് ശേഷം വളരെ അത്ഭുതത്തോടെ ഈ മനുഷ്യനോട് പറഞ്ഞു, ഈ നാണയം വളരെ പഴയ കാലത്തെ വളരെ അപൂർവമായ ഒരു നാണയമാണ്. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഇതിന് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വില വരും. അയാൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു. അതിനുശേഷം അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് 1 ലക്ഷം രൂപ തരാം. അപ്പോൾ ആ 1 ലക്ഷം രൂപ യുവാവിന്റെ കയ്യിൽ കൊടുത്തു. അയാൾ ആ രൂപ കിട്ടിയപ്പോൾ നീതിമാനായിരുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കാം, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വൃദ്ധനെ ഓർമ്മ വന്നു. ആ യുവാവ് ആ പൈസയും കൊണ്ട് തിരിച്ച് ആ ഹോട്ടലിൽ വന്നു. വൃദ്ധൻ അവരെവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അന്നേരം ആ ഹോട്ടൽ ഉടമ പറഞ്ഞു, അവരൊക്കെ അപ്പോഴേ പോയി, പക്ഷെ നിങ്ങൾ ഇനിയും വരികയാണെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുവാൻ ഒരു കുറിപ്പ് തന്നിട്ട് ആ വൃദ്ധൻ പോയിരിക്കുന്നത്. അപ്പോൾ ആ കുറിപ്പ് വാങ്ങിച്ചു. യുവാവ് ആ കുറിപ്പ് തുറന്നു നോക്കി. ഇപ്രകാരം അതിൽ എഴുതിയിരുന്നത് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 14-ാം വാക്യം. വായിക്കാമോ? ഫസ്റ്റ് കിങ്സ്, ഇംഗ്ലീഷിലും വായിക്കണേ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 14-ാം വാക്യം.
മനുഷ്യന്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. ഇയാളെ അടുത്തുള്ള പള്ളിയിൽ പോയി ബൈബിൾ എടുത്ത് വായിച്ചു. അപ്പൊ എന്താ അതിൽ എഴുതിയിരുന്നത്? 1 രാജാക്കന്മാർ 17-ാം അധ്യായം 14-ാം വാക്യം. Chapter 17 verses 14. യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ For thus says the Lord, the God of Israel, the jar of meal will not be emptied, and the jug of oil will not fail, until the day the Lord sends rain on the earth. യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. നമുക്കറിയാം സാരഫാത്തിലെ വിധവയുടെയും ഏലിയ പ്രവാചകന്റെയും കാര്യം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എളിയവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഇനി അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ നാം പലപ്പോഴും കേൾക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ ആയി അവരുടേതായ ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പല പല കുഞ്ഞുങ്ങൾ സഭ വിട്ടും അവരുടെ വിശ്വാസം വിട്ടും അല്ലെ കുടുംബം വിട്ടും ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് സഭകളിലേക്കൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കുക. നമ്മുടെ വിശ്വാസ സത്യങ്ങളിലുള്ള ഉറപ്പില്ലായ്മ മാത്രമല്ല, മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകർന്നു കൊടുക്കാത്തത് കൊണ്ട് കൂടിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 26-ാം വാക്യം. മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കണേ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 26-ാം വാക്യം. പിതാവിന്റെ അനുഗ്രഹങ്ങൾ ജനന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശ്വാസഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യൗസേപ്പിന്റെ തലയിലും തന്റെ സഹോദരന്മാരിൽ പ്രളയവായുടെ നെറുകയിലും. ഇംഗ്ലീഷ് വായിച്ചാട്ടെ, റിവൈസ് സ്റ്റാൻഡേർഡ് വെർഷൻ. അതാ sorry, Genesis chapter 49 verses 26. Genesis chapter 49 verses 26. ശരിയായ ഞാൻ ഉദ്ദേശിക്കുന്ന ശരിയായ കിടക്കുന്നത് റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷൻ. Genesis chapter 49 verses 26. The blessings of your father have prevailed above the blessings of your ancestors. Above the boundaries of the ancient hills they will be on the head of Joseph, on the crown of the head of him who is separated from his brothers. Okay, Binsa onnoda revised standard version in vacha. 26 verses 26. Yeah. The blessings of your father are stronger than the blessings of the eternal mountains. Okay. The blessings of your father is stronger than the blessings of the eternal mountains. Okay. For പൂർവ്വപിതാവായ യാക്കോബ് തന്റെ മകനായ യോസേഫിനെ തന്റെ അവസാന കാലത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച വചനങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ പിതാവിന്റെ അനുഗ്രഹം, ദൈവം ആദ്യമേ യോസഫിനെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചിരുന്നു. എന്നാൽ പിതാവിന്റെ ഈ അനുഗ്രഹം കൊണ്ട് കൂടിയാണ് പഴയ നിയമത്തിലെ ഒരു അനുഗ്രഹ പുരുഷനായി യോസഫ് മാറ്റപ്പെട്ടത്. മാതാപിതാക്കളായ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നല്ല എല്ലാവിധ കാര്യങ്ങളും, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങളാകട്ടെ, ഫോണാകട്ടെ, അവർക്ക് എന്തോ വേണം എല്ലാം വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചതായ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചതായ അനുഗ്രഹം എന്തേ നാം ഇവർക്ക് കൊടുക്കുവാൻ മറന്നു പോകുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 3 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയപ്പോൾ എൻ്റെ പപ്പ വയ്യാതിരിക്കുമായിരുന്നു. എൻ്റെ പപ്പായെ കൊണ്ട് ഞാൻ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ റിട്രീറ്റ് സെൻ്ററിൽ പോയി. ഞാൻ അവിടെ വെച്ച് നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ തന്നെ പ്രായമായൊരു അപ്പച്ചനെ കണ്ടു. അദ്ദേഹം കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു, കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചു, ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് എപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാം, പക്ഷേ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് സ്കൂൾ വർഷം, അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് പറയുകയായിരുന്നു. ഒന്നുകിൽ സ്കൂൾ വർഷം തുടങ്ങുമ്പോൾ, കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ, ഓരോ സ്കൂൾ വർഷം തുടങ്ങുമ്പോഴും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പ്രധാനമായ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, അങ്ങനെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ തലയിൽ കൈവച്ച്, സാധാരണ നമ്മൾ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് വിടുക അല്ല, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ വിടാവുള്ളൂ. അദ്ദേഹം ഇപ്പോഴും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർത്തോളുക, നിങ്ങൾ എപ്പോഴെങ്കിലും കോളേജിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റഡീസിനാകട്ടെ, ഒരു ജോലിക്കാകട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് ഓരോ സ്കൂളുകളിൽ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴാകട്ടെ,
അല്ലെങ്കിൽ വിശേഷ അവസരങ്ങൾ, നിങ്ങളുടെ ബർത്ത്ഡേസിലാകട്ടെ, എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തോണം, ഇനി പേരൻസ് മറന്നുപോയാലും ചെന്ന് ഡാഡി അല്ലെ മമ്മിയോട് പറയണം, എന്നെ ബ്ലെസ് ചെയ്തിട്ടേ എന്ന് വിടാവുള്ളൂ. ഓക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നാം ദിവസേന കണ്ടുമുട്ടുകയും നമ്മോടൊത്ത് സഹവസിക്കുകയും ചെയ്യുന്നതായ എല്ലാവരെയും അനുഗ്രഹിക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അഥവാ തുബദേനിൽ നാം ഓർക്കുന്നതായ നമ്മുടെ പിതാക്കന്മാരിൽ ഒരാളായ സുവർണ നാവുകാരനായ യുവാനിയോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നീ വഴി ദൈവം വാഴ്ത്തപ്പെട്ടവനായി കാണുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിന്റെ സഹോദരന്റെ അല്ലെങ്കിൽ അയൽക്കാരന്റെ പുരോഗതിയിൽ സന്തോഷിക്കുക. അപ്പോൾ നിന്നിലൂടെ ദൈവം മഹത്വീകൃതനാകും, നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പത്രോസ് ലീഹ, ഞാൻ തിരിച്ച് സ്ലീഹന്മാരിലേക്ക് വരികയാണ്. പത്രോസ് ലീഹ കർത്താവിനോട് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചുകളയും. എന്നാൽ അന്നത്തെ ആ സാഹചര്യത്തിൽ, അന്നത്തെ ഭയം നിമിത്തവും സാഹചര്യങ്ങളിലെ സമ്മർദ്ദം നിമിത്തവും പത്രോസ് ലീഹ ആ രാത്രിയിൽ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാ പ്രാപ്തിക്ക് ശേഷം വളരെ ശക്തിയോടെ നിന്ന് കർത്താവിനെ സുവിശേഷിക്കുന്നുണ്ട്. പത്രോസിന്റെയും പൗലോസിന്റെയും പ്രവർത്തികൾ എന്ന പുരാതന രേഖയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പത്രോസിന് റോമിൽ അക്രൈസ്തവരായവരുടെ എതിർപ്പ് കൂടിക്കൂടി വന്നു. തന്നെ വധിക്കുവാനുള്ള ആലോചനയും ഉണ്ട് എന്ന് പത്രോസ് ലീഹ അറിഞ്ഞപ്പോൾ ക്രൈസ്തവരായ തൻ്റെ സഹോദരന്മാരുടെ നിർദ്ദേശപ്രകാരം റോമിൽ നിന്ന് മാറി താമസിക്കുവാൻ പത്രോസ് ആലോചിച്ചു. അപ്രകാരം ഒരു രാത്രിയിൽ അദ്ദേഹം റോമിൽ നിന്ന് മാറി താമസിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഒരു രാത്രിയിൽ തൻ്റെ വീട് വിട്ടിറങ്ങി. അപ്പോൾ അദ്ദേഹം രാത്രിയിൽ ഏകനായി റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ തിരിച്ച് റോമിലേക്ക് പോകുന്ന എതിർദിശയിൽ കർത്താവ് നടന്നു വരുന്നത് കണ്ടു. ഗുരു, നീ എവിടേക്കെന്ന് പത്രോസ് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു: പത്രോസിന് പകരമായി ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടുവാൻ ഞാൻ റോമിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലാക്കിയ പത്രോസ് തിരിച്ച് റോമിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം റോമിൽ വെച്ച് ബന്ധനസ്ഥനാക്കപ്പെട്ടു. നീറോ ചക്രവർത്തിയുടെ തീരുമാനപ്രകാരം കുരിശിൽ തറയ്ക്കുവാൻ വിധിക്കപ്പെട്ടു. പത്രോസ് ലീഹ ഈ ചക്രവർത്തിയോട് പറഞ്ഞു: തൻ്റെ ഗുരുവിൻ്റെ കാൽപാദങ്ങളെ ചുംബിച്ച് മരിക്കത്തക്കവണ്ണം എന്നെ തലകീഴായി ക്രൂശിക്കണം. അതുപോലെ തന്നെ പൗലോസ് ലീഹ തൻ്റെ അവസാന നാളുകളിൽ റോമിൽ നിന്നും ഇപ്രകാരം എഴുതി. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. AD 67 ജൂൺ 29-ാം തീയതി ഈ 2 സ്ലീഹന്മാരും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി എന്ന് നാം വിശ്വസിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ തിങ്കളാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനയിൽ 2-ാം കൗമയിൽ നാം സ്ലീഹന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരു പാട്ടായിട്ടാണ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. ഞാനത് വാക്കുകളാക്കി ഞാൻ എഴുതിയേക്കുന്നതേ ഉള്ളൂ. പഴയ നിയമ ഇസ്രായേലിന്റെ തലവനായ മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ കൽപ്പലകയിന്മേൽ നൽകി. പുതിയ നിയമസഭയുടെ പ്രധാനിയായ പത്രോസിന് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൂട്ടം നൽകപ്പെട്ടു. മോശയാൽ ഭൂമിയിൽ ദൈവിക പ്രത്യക്ഷതയുടെ പ്രതീകമായ സമാഗമന കൂടാരം പണിയപ്പെട്ടു. ശിമോൻ പത്രോസ് എന്ന പാറയാൽ പുതിയ നിയമസഭ പണിയപ്പെട്ടു. പൗലോസ് ലീഹ എന്ന പ്രധാന ശില്പിയാൽ സഭ വിപുലീകരിക്കപ്പെടുകയും വളർന്ന് പന്തലിക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം നീതിയുടെ വാഴാത്ത കിരീടം പ്രാപിച്ച ഈ സ്ലീഹന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ അവസരത്തിൽ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ വാക്കുകളെ നിർത്തുന്നു. പ്രിയപ്പെട്ട ബിന്ദു, ആദ്യത്തെ പ്രസംഗം ഏറ്റവും അതിൻ്റെ ഭാഷകളുടെ ഏറ്റവും ഉന്നതമായ ഭാഷ, ഗംഭീരമായ ആശയ ഗംഭീരമായ ആഴങ്ങളിലേക്ക് പോയി ദൈവാത്മാവിൽ കൂടി പ്രവർത്തിച്ച ഒരു പ്രസംഗമായിട്ട് എനിക്ക് മനസ്സിലായി. ഇത് വീഡിയോയിൽ കൂടി ബിന്ദുവിനെ മക്കളും വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൂടി കാണുമ്പോൾ ബിന്ദു തന്നെ വിചാരിക്കുന്നത് ഞാൻ തന്നെയാണോ? ഏറ്റവും അനുഗ്രഹമായ ബിന്ദു,
നമ്മൾ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ദൈവികമായ പ്രസംഗങ്ങളാണ്. ആത്മീയ കൂട്ടങ്ങൾ പ്രത്യേകിച്ച് മറ്റ് വിഭാഗങ്ങളിലേക്ക് ആളുകൾ മാറിപ്പോകുന്നത് ദൈവവചനം കേൾക്കാത്തത് കൊണ്ടാണ്. ദൈവവചനം കൂടുതലായി പ്രസംഗിക്കുകയും അങ്ങനെയുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു കോൺഗ്രിഗേഷൻ എത്തുമ്പോൾ അവിടെയൊക്കെ ആളുകൾ ഓടിക്കൂടും. അത്രമാത്രം പ്രസംഗം എഴുതി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏതെല്ലാം ഏരിയയിലേക്ക് റിസർച്ച് ചെയ്ത പ്രസംഗം. ഗ്രേറ്റ്. ഈ പ്രസംഗങ്ങളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ നഷ്ടപ്പെടുത്താതെ വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്തക്കണം. മലങ്കര സഭയുടെ പബ്ലിക്കേഷൻസ്, മലങ്കര സഭ അങ്ങനെയുള്ളിടത്തൊക്കെ ഇത് അയച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള വാക്കുകളും പ്രസംഗങ്ങളൊന്നും ആരും എഴുതിയിട്ട് പറയും വളരെ ചുരുക്കം. നമ്മുടെ സഭയുടെ പബ്ലിക്കേഷൻസ് പലതുണ്ട്, മലങ്കര സഭ, അതുപോലെ പല പല പബ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള അനേകം ആളുകൾ വായിക്കുന്ന മേഖലകളിലേക്ക് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അയച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ സന്തോഷമായ ഒരുപാട് വിഷയങ്ങൾ അഗാധമായി നമ്മെ ചിന്തിപ്പിച്ചു. അത് മനസ്സിന് പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ആഴമേറിയ ചിന്താവിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റെലവൻ്റായ സോങ്, പ്രസംഗത്തിൻ്റെ ഒരു ഗാംഭീര്യതയെ റെലവൻ്റായ മ്യൂസിക് അവിടെ കൊണ്ടുവരിക, എല്ലാം കൊണ്ടും ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഡയസിൻ്റെ ഭദ്രാസനത്തിൻ്റെ 1ാം റാങ്ക് ഹോൾഡർ ആകണമെങ്കിൽ ഒരു സാധാരണ വ്യക്തികളെ കൊണ്ട് ഒക്കുകയില്ല. എക്സ്ട്രാ ഓർഡിനറി ഡിവോട്ടഡ്. നമ്മൾ നോട്ടീസ് ചെയ്ത് കാണും, രാവിലെ വരുന്ന കൂട്ടത്തിൽ ഒന്ന് സജീവ് ബിന്ദുവാണ്. ഞാൻ പള്ളി വരുമ്പോൾ വിളക്ക് തുടച്ച് നിൽക്കുന്ന സജിയാണ് ഞാൻ കാണുന്നത്. കുഞ്ഞുങ്ങൾ ഈ പുസ്തകമെല്ലാം എടുത്ത് ഓരോ ബെഞ്ചിലും കൊണ്ടുവെക്കും. ഈ കുഞ്ഞുങ്ങളെല്ലാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസ്പയറിങ് തോട്ട്സ്, ക്യാരക്ടേഴ്സ് നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പയറിങ് ആയിട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് സജിയോടും ബന്ധുവിനോടും ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അമ്മയോടൊപ്പം ചേർന്ന് പാടിയപ്പോഴെനിക്കത് വളരെ ഒരു അനുഭവമായിട്ട് തോന്നി. ഈ അമ്മ എത്രയോ അർത്ഥവത്തായ ഒരു പാട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടെ ആ ഒരു സംഭവം പോലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇതൊക്കെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊക്കെ പറയാൻ ഒക്കുകയോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഉണർവുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് സത്യം. ദൈവമഹത്വത്തിനായി തീരട്ടെ. ഇന്നത്തെ